നോക്കൂ, നിങ്ങൾ ഇബാദത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ ദാസന്മാർ അവരെ വിശേഷിപ്പിക്കാൻ പലയിടത്തും പ്രയോഗിച്ച പദം അബ്ദ് എന്നതാണ്. ആരാണ് അബ്ദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തവനാണ് അബ്ദ്. അല്ലാഹുവിനുള്ള ഇബാദത്ത് അതിന്റെ പരിപൂർണാർത്ഥത്തിൽ എത്രമാത്രം അവൻ നിർവഹിക്കുന്നോ അത്രമാത്രം അവൻ അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ ദാസനും അവന്റെ അടിമയുമാണ്. നബിമാരിൽ ഒന്നാമനായ, റസൂലുകളിൽ ഒന്നാമനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹിൻ, മനുഷ്യരെ നിങ്ങളെല്ലാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. ഇന്നഹു കാന അബ്ദൻ ശകൂറ, നൂഹ് നബി അദ്ദേഹം അബ്ദായിരുന്നു, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തവരായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ഇബാദത്തിൽ നിങ്ങൾ പിറകോട്ട് പോകരുത്, ആരാധനകളിൽ മടി കാണിക്കരുത്, ഇബാദത്തുകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, സദഖയാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, മതപഠനമാകട്ടെ, നന്മ കൽപ്പിക്കലാകട്ടെ, തിന്മ വിരോധിക്കലാകട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഏതൊരു ഇബാദത്തിനെയും നിസ്സാരമാക്കരുത്. അത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിന്നെ അല്ലാഹു അതിനാണ് പടച്ചിരിക്കുന്നത്.